വല്ലാത്തൊരു അവസ്ഥയിൽ കൂടിയാണ് സാംസ്കാരിക കേരളം, മലയാളം, സാഹിത്യലോകം, സിനിമാ ലോകം, മാധ്യമ ലോകമൊക്കെയും കടന്നു പോകുന്നത്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർ, MT എന്ന മലയാളത്തിൻ്റെ അക്ഷരസുഹൃതമായി മാറിയ കാലം എന്നോ തുടങ്ങിയതാണ്. ആ ഒരു തുടക്കം മുതൽ അദ്ദേഹം ഇപ്പോൾ വിടവാങ്ങുന്ന ഈ ഒരു ഘട്ടം വരെ മലയാളത്തിനെല്ലാമായി ലോകത്ത് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പദവി നൽകുന്ന, മലയാളത്തിൻ്റെ സമസ്ത മേഖലകളിലും സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് വലിയ തോതിൽ അംഗീകാരം ലഭിക്കുന്നതിൽ, നേടിയെടുക്കുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തിയ, പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ വിയോഗം കൂടിയാണ് MT അന്തരിച്ച ഈ ഒരു വേളയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. വാക്കുകൾ കൊണ്ട് കവച്ചു വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ഈ ഒരു സമയത്ത് അനുശോചനങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തുന്ന ഓരോ സാധാരണക്കാരനും ഓരോ പ്രമുഖനും അവരുടേതായ വാക്കുകൾ കൊണ്ട് MT ഓർത്തെടുക്കുകയാണ്. പക്ഷേ നികത്താനാകാത്ത വിടവ് എന്ന പദപ്രയോഗങ്ങളൊക്കെയും യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടുന്ന ഒരു ഘട്ടം ഇതാണ് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്ന ഘട്ടത്തിൽ പോലും പലകുറി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാകുന്നു എന്ന രീതിയിൽ ന്യൂസ് ഡെസ്കുകളിലേക്ക് വിവിധ നിലയിലുള്ള ഫോൺ കോളുകൾ അടക്കം എത്തുന്ന ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം ഇല്ലാത്ത ഒരു സാഹചര്യത്തെ മലയാള ഭാഷ, കേരളം, മലയാളി എങ്ങനെ നേരിടുമെന്നത് ഒരു വലിയ ചോദ്യമായി തന്നെ നിൽക്കുകയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം അവസാനമായി കൊട്ടാരം റോഡിലെ സിത്താര എന്ന വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയായിരുന്നു ദീർഘപതിറ്റാണ്ടുകളായി MT ഉണ്ടായിരുന്നത്. കൂടല്ലൂരിൽ ജനിച്ച MT കോഴിക്കോടിൻ്റെ സ്വന്തമായി മാറുകയായിരുന്നു സിത്താര എന്ന വീട്ടുപരിസരത്ത്. ഇപ്പോൾ അവിടെ അവസാനമായി അദ്ദേഹം എത്തിയിരിക്കുന്ന സാഹചര്യമാണ്. ഇന്ന് വൈകിട്ട് 4 മണിവരെ ഈ വീട്ടിൽ അദ്ദേഹം ഉണ്ടാകും. പൊതുദർശനം എന്ന ഒരു വാക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പൊതുദർശന ചടങ്ങുകളൊക്കെയും ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് സമാധാനപരമായ ഒരു യാത്രാമൊഴി വേണം തനിക്ക് ഉണ്ടാകാൻ എന്ന വലിയ ഒരു ആഗ്രഹം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെയും അന്ത്യനിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹ സാഫല്യത്തിനായാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിലകൊള്ളുന്നത്. അന്തിമോപചാരം അർപ്പിക്കുകയാണ്. മലയാളം അല്പസമയത്തിന് മുൻപ് മോഹൻലാൽ രാവിലെ 5 മണിയോടുകൂടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതീവ വൈകാരികമായ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ, സമൂഹ മാധ്യമങ്ങളിൽ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി അടക്കം പങ്കുവെക്കുന്ന ഒരു സാഹചര്യമൊക്കെയും നമ്മൾ കണ്ടു. അങ്ങേയറ്റം വൈകാരികമായ പ്രതികരണങ്ങളൊക്കെയും നമ്മൾ കാണുകയാണ്. ഇത് രാവിലെ 5 മണിക്ക് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയ ദൃശ്യമാണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു, പ്രതികരിച്ചിരുന്നു. എഴുത്തിൻ്റെ കുലപതി അക്ഷരാർത്ഥത്തിൽ MT വാസുദേവൻ നായർക്ക് ഇപ്പോൾ വിട നൽകുകയാണ് സാംസ്കാരിക കേരളം. മേഘാമാധവൻ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. മേഘ, ഇന്നത്തെ ഒരു ദിവസത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കടന്നു പോകുന്നത് MT ആണ്, MT വാസുദേവൻ നായരാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പത്രത്തിൻ്റെ തലക്കെട്ടുകൾ, പത്രത്തിൽ വിവിധ കോളങ്ങൾ, എത്രയോ കാലം ദീർഘവർഷങ്ങൾ പത്രാധിപരായിരുന്ന ഒരു മനുഷ്യൻ്റെ വിയോഗമാണ്. പത്രപ്രവർത്തനത്തിൻ്റെ ബാലപാഠം എല്ലാവർക്കും പറഞ്ഞു നൽകി. അങ്ങനെ സമസ്ത മേഖലകളും അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ലല്ലോ മലയാള സാംസ്കാരിക രംഗത്ത്, സാഹിത്യ രംഗത്ത്, സിനിമയിലൊക്കെയും. അങ്ങനെയുള്ളൊരു മനുഷ്യൻ വിടവാങ്ങുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇന്ന് പത്രമില്ലാത്തൊരു ദിവസമാണ്. ഇന്നത്തെ ഒരു ദിവസം മലയാളിക്ക് ദിനപത്രത്തിലൂടെയല്ല തുടങ്ങുന്നത്, ക്രിസ്മസിൻ്റെ അവധി ദിനത്തിന് ശേഷമുള്ള ദിനം കൂടിയാണ്. നാളെയാണ് ഒരുപക്ഷെ മലയാളത്തിലെ പത്രത്തിൻ്റെ തലക്കെട്ടുകളിൽ MT എങ്ങനെയാണ് കടന്നു പോകുമ്പോൾ ഈ ഒരു ഘട്ടം കേരളത്തിന് അല്ലെങ്കിൽ മലയാളിക്കാകമാനം ബാധിച്ചിരിക്കുന്നത് എന്നതിലേക്കൊക്കെയും നമ്മൾ കടക്കുക. വല്ലാത്തൊരു വൈകാരികമായ മുഹൂർത്തമാണ്. എല്ലാ അർത്ഥത്തിലും വേറിട്ട ഒരു യാത്രാമൊഴി കൂടിയാണ് MT ഒരു ഘട്ടത്തിൽ ഏറ്റുവാങ്ങുന്നത്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ. കാവ്യ, MTയുടെ വിയോഗത്തെ ഏത് രീതിയിലാണ് അടയാളപ്പെടുത്തേണ്ടത് എന്നറിയില്ല. കാരണം കേരളത്തിന്, അതിനൊപ്പം സാഹിത്യ ലോകത്തിന്, കോഴിക്കോടിന് വലിയ ശൂന്യത നൽകിക്കൊണ്ടാണ് MT വിടവാങ്ങിയിരിക്കുന്നത്. എപ്പോഴും പത്രാധിപരായൊക്കെ തന്നെയും മികച്ച രീതിയിൽ അദ്ദേഹം പേരെടുത്തിരുന്നു, മറ്റിടങ്ങൾ അല്ലാതെ തന്നെ. അപ്പോൾ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്രം ഇല്ലാത്തൊരു ദിവസം തന്നെ അദ്ദേഹം കടന്നു പോകുന്നു എന്നതാണ്. എങ്കിൽ പോലും അദ്ദേഹത്തെ അടയാളപ്പെടുത്താൻ
അതിൻ്റെ ഒന്നും തന്നെയും ആവശ്യം ഇല്ല എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നത്. സാഹിത്യമാണെങ്കിലും സിനിമയാണെങ്കിലും അദ്ദേഹം കൈവച്ച മേഖലകൾ അദ്ദേഹത്തിൻ്റെതായ ഒരു ഇടം ബാക്കി വെച്ചുകൂടി മടങ്ങുന്നു. കോഴിക്കോട് സിത്താരയിലെ വീട്ടിൽ എഴുത്തിലെ കാർക്കശ്യത്തെ പോലെ തന്നെ സ്വഭാവത്തിലും കാർക്കശ്യം കലർന്നിരുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. സിത്താരയിലെ വീട്ടിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും MTയെ കാണാൻ കടന്നു ചെല്ലാമായിരുന്നു. പക്ഷേ MTക്ക് കൃത്യമായ നിലപാടുകളുണ്ടായിരുന്നു. ജീവിച്ചിരുന്നപ്പോഴും എഴുത്തിൻ്റെ നിലപാട് തന്നെ വർഗീയ ശക്തികളെ ഒരിക്കൽ പോലും തൻ്റെ വീട്ടിൻ്റെ പടി ചവിട്ടാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. അവർക്ക് വേണ്ടി ഒരിടം അദ്ദേഹം പരിപാടികൾക്ക് പോലും ഒരിക്കലും മാറ്റിവെച്ചിരുന്നില്ല. പക്ഷേ MT സാധാരണക്കാരനോട് അടുത്തു നിൽക്കുന്ന എഴുത്തുകളിലൂടെയും സിനിമകളിലൂടെയും അത്രമേൽ പ്രിയപ്പെട്ട ഒരു മനുഷ്യനായി മാറി. MTയെ പോലെ തന്നെ MTയുടെ കഥാപാത്രങ്ങളെയും ആളുകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. ഈ സിത്താര എന്ന വീട് ഇപ്പോൾ മൂകമാണ് എന്ന് തന്നെ പറയണം. MT ഉള്ളപ്പോൾ അല്ലെങ്കിൽ MTയെ കാണാൻ വേണ്ടി ഈ വീട്ടിലേക്ക് ആരെങ്കിലും കടന്നു വരുമ്പോൾ അവരെ ഒരു ഇളം ചിരിയോടുകൂടി സ്വീകരിച്ചിരുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ സിത്താരയിലെ ആ മുറിയിൽ കിടക്കുന്നു. സാഹിത്യ ലോകത്തിന് പ്രത്യേകിച്ച് കോഴിക്കോടിന് തീരാ നഷ്ടമാണ്. പ്രമുഖരൊക്കെ തന്നെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാവ്യ സൂചിപ്പിച്ചതുപോലെ മോഹൻലാൽ സമയം മുൻപ് വന്ന് മടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മരണവിവരം അറിഞ്ഞ് ഇന്നലെ രാത്രി തന്നെ കോഴിക്കോട്ടേക്ക് എത്തിയിരുന്നു. 9 മണിയോടുകൂടി അദ്ദേഹം ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് MTയെ കാണാൻ വേണ്ടി എത്തുന്നത്. പൊതുദർശനം നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു. കാരണം MT തൻ്റെ ആഗ്രഹപ്രകാരം ആവശ്യപ്പെട്ട ഒരു കാര്യം എന്നത് 2 കാര്യങ്ങളാണ്. അതായത് തൻ്റെ ജീവൻ നിലനിർത്താൻ ഒരു യന്ത്രത്തിൻ്റെ സഹായം ഉപയോഗിക്കാൻ പാടില്ല, അതിനൊപ്പം പൊതുദർശനം ഒഴിവാക്കണം എന്ന് MT ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും MTയുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുകയാണ് മക്കളും. ഏതായാലും ഇപ്പോൾ സിത്താരയിലെ വീട്ടിലാണ് മൃതദേഹം ഉള്ളത്. ഇന്നലെ രാത്രി തന്നെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നിരുന്നു. 10 മണിയോട് കൂടിയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം ചിലവിട്ടൊരിടമാണ് കോഴിക്കോട് നഗരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വീട്. ആ വീട്ടിൽ അദ്ദേഹം നിരവധി രചനകൾക്കും കഥാപാത്രങ്ങൾക്കും ഒക്കെ ജീവൻ നൽകിയ ഒരു വീട്. ആ വീട് ഇപ്പോൾ ശൂന്യമാകുന്നു MT ഇല്ലാതെ. പക്ഷേ ഏത് കാലത്തും ഏത് കാലങ്ങളിലും നിലനിൽക്കാവുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളും കഥകളും സമ്മാനിച്ചുകൊണ്ടാണ് MTയുടെ മടക്കം. അത് പറയേണ്ടി വരും. സാഹിത്യ ലോകത്തിന് എന്ന പോലെ അദ്ദേഹം കൈവച്ച മേഖലകളിലൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞു. അത് സാഹിത്യമാണെങ്കിലും സിനിമയാണെങ്കിലും പത്രാധിപരായിട്ടാണെങ്കിലും MT എന്ന 2 അക്ഷരം എവിടെയൊക്കെ കൈവച്ചോ അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് ചാർത്തിക്കൊണ്ടാണ് മടങ്ങുന്നത് എന്ന് തന്നെ പറയാം. ഒരു കാലത്ത് മലയാള സിനിമ കാണാത്ത രീതിയിലുള്ള തിരക്കഥകൾ എഴുതിക്കൊണ്ട് ആളുകളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നു. ഓരോ സിനിമയും കഥാപാത്രങ്ങളിലൂടെ ആളുകളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറുന്നു. അതാണ് MTയുടെ തിരക്കഥ രചിച്ച സിനിമകളുടെ ഒരു പ്രത്യേകത. മുറപ്പെണ്ണ് എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് സിനിമാ രംഗത്തേക്കുള്ള കടന്നുവരവ്, പിന്നെ MT തൊട്ടതെല്ലാം പൊന്നാക്കിയ വ്യക്തി, കലാകാരൻ എന്ന് തന്നെ അദ്ദേഹത്തെ വിളിച്ചു പറയാം. സിനിമയിലാണെങ്കിലും എഴുത്തിലാണെങ്കിലും ഒരു മനുഷ്യന് കിട്ടുന്ന പരമോന്നത ബഹുമതികളൊക്കെ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. അത് സാഹിത്യമാണെങ്കിലും സിനിമയിലാണെങ്കിലും. അങ്ങനെ MT എന്ന ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ 2 അക്ഷരത്തെ ചുറ്റിപ്പറ്റിയാണ് ഒരു കാലത്ത് മലയാള സിനിമയും മലയാള സാഹിത്യവും സഞ്ചരിച്ചത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും MTയുടെ വിയോഗത്തോടു കൂടി സാഹിത്യത്തിനൊപ്പം ഏറ്റവും കൂടുതൽ കോഴിക്കോട് നിശബ്ദമാകുന്നു. ഇനി കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട MT എന്ന് പറയുമ്പോൾ ഈ സിത്താരയുടെ വീട് ശൂന്യമാണ്. പക്ഷേ MTയുടെ എഴുത്തും കഥാപാത്രങ്ങളും അതുപോലെ നിലനിൽക്കും എന്നത് തീർച്ചയാണ്. MTയുടേതായ ഒരു ശൈലി തൻ്റെ കഥകളിലാണെങ്കിലും തൻ്റെ എഴുത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും കൊണ്ടുവന്നിരുന്നു എന്നതാണ് നമുക്ക് MTയുടെ ജീവിതം എടുത്തു വെച്ചാൽ തന്നെ നമുക്ക് കൃത്യമായത് മനസ്സിലാക്കാൻ സാധിക്കും. സിനിമയ്ക്കപ്പുറം കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞ് ഇപ്പോഴും MTയെ ഓർക്കുന്ന എപ്പോഴും MT ഈ കാലത്തും ഈ തലമുറയുടെ ആളുകൾക്കും MTയുടെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു എന്നതാണ്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ വിയോഗം അത് വലിയ ശൂന്യതയാണ് കാവ്യ. കോഴിക്കോടിന് മാത്രമല്ല സാഹിത്യ ലോകത്തിന് ഒക്കെ തന്നെയും വലിയ ശൂന്യത സൃഷ്ടിച്ചുകൊണ്ടാണ് MT മടങ്ങുന്നത്. അവസാന നിമിഷം വരെ, അതായത് കഴിഞ്ഞ 15-ാം തീയതിയാണ് അദ്ദേഹത്തെ അസുഖബാധിതനായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ മുതൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷ പലപ്പോഴായി അദ്ദേഹം നൽകിയിരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഒടുവിൽ ഒരു ക്രിസ്മസ് ദിനത്തിൽ രാത്രിയാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. കോഴിക്കോടിൻ്റെ സാംസ്കാരിക വേദി, സാഹിത്യവേദി ശൂന്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതുവരെ ഈ കോഴിക്കോട്ടെ സിത്താരയിലെ ഈ വീട്ടിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട മനുഷ്യനെ, പ്രിയപ്പെട്ട കഥാകാരനെ കാണാൻ വേണ്ടി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാവ്യ.